ഈ മഴക്കാലത്തൊക്കെ കാണാൻ പറ്റിയ ഒരു ഒന്നൊന്നര സിനിമ. ഈ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾ രാത്രി കാണുക, അത് ഹെഡ്സെറ്റൊക്കെ കുത്തി കാണുകയാണെങ്കിൽ ഒരു മികച്ച എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് നൽകുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ നടക്കുന്ന പ്രദേശത്ത് ചില പ്രത്യേക കുടുംബത്തിലെ സ്ത്രീകളെ ഒരു മീഡിയമായി ഉപയോഗിച്ചാണ് ബയാൻ വിശ്വാസികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇവർ അങ്ങനെ ബയാൻ മീഡിയം ആകുന്നവർ ഷമാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം ഷമാന്മാരുടെ ജീവിതം പകർത്താനായി 2018 ഒരു ഡോക്യുമെൻ്ററി ടീം ഇസാൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് യാത്ര തിരിക്കുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. നിം എന്ന ഷമാൻ്റെ ജീവിതം പകർത്താനാണ് ഇവർ തീരുമാനിക്കുന്നത്. ആ ഒരു സമയത്താണ് നിമ്മിൻ്റെ ചേച്ചിയുടെ മകളായിട്ടുള്ള മിന്നിലേക്ക് ബയാൻ്റെ ആത്മാവ് പ്രവേശിക്കാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടി. അതൊരു അവസരമാക്കിയിട്ട് ഈ ഡോക്യുമെൻ്ററി ടീം അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ മിന്നിലേക്ക് പ്രവേശിക്കുന്നത് ബയാൻ്റെ ആത്മാവ് തന്നെയാണോ എന്ന് നമ്മൾ പിന്നീട് ഈ സിനിമ കാണുമ്പോൾ ചിന്തിച്ച് പോവും. പിന്നീട് ഭയങ്കര രീതിയിൽ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളാണ്. ചില സീനുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഞെട്ടിക്കും. അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ഡോക്യുമെൻ്ററി രീതിയിലാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ സിനിമ നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ ചെറിയ ലാഗൊക്കെ ഫീൽ ചെയ്യും. സെക്കൻഡ് ഹാഫ് ആ ഭാഗം എത്തുമ്പോൾ പക്ക രീതിയിൽ നമ്മളെ എൻഗേജിങ് ആക്കും. അതുപോലെ തന്നെ സിനിമ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ എന്തായാലും ഞെട്ടിക്കും. അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. സിനിമയുടെ പേര് 2021 ഇറങ്ങിയിട്ടുള്ള ദ മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള തായ് സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണുക.